പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഇരമയാവിനെ പോലെ സ്തോത്രം, ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ദൈവം എനിക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല, ദൈവം എന്നെ ഒന്നും കാണുന്നില്ല, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ല, എന്തുകൊണ്ടാണ് ദൈവമേ എന്ന് ചോദിക്കുമ്പോൾ സ്തോത്രം, ഇരമയാവിനെ പോലെ നമ്മൾ ഇരമയാവിനെ പോലെ പലപ്പോഴും ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കും. സ്തോത്രം, ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി നിന്നു. ഹല്ലേലൂയ. അത് ഇരമയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ കൂടെ താപോട്ട് വായിക്കണം. ഇരമയാവ് പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. സ്തോത്രം, അവൻ വേലയ്ക്ക് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞ മനുഷ്യനാ, എന്നെ പിടിച്ചു വേലയ്ക്കാക്കി. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഭവം പറയുമ്പോൾ സ്തോത്രം, ഈ കുശവൻ്റെ വീട്ടിലോട്ട് ഈ മനുഷ്യൻ ചെല്ലുക. അപ്പോൾ നോക്കുക, കുശവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഹല്ലേലൂയ. ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം, എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? സ്തോത്രം, ഞാൻ എന്നെയും സ്തോത്രം ഹല്ലേലൂയ പരിതാപം പറയുമ്പോഴും പരിഭവം പറയുമ്പോഴും നമ്മുടെ കർത്താവ് അടങ്ങിയിരിക്കുന്നില്ല. ഹീസ് വാക്കിംഗ്, സ്റ്റിൽ വാക്കിംഗ്. അവൻ ഇപ്പോഴും പ്രവർത്തിക്കുക. നിനക്കും എനിക്കും വേണ്ടി ഹല്ലേലൂയ ആ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുക. ആ ചക്രം കറങ്ങിക്കൊണ്ട് ഓരോ സമയത്ത് നിനക്കും എനിക്കും നന്മയ്ക്ക് വേണ്ടി, എൻ്റെയും നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആ ചക്രം കറങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്.